ഓം നമഃശിവായ. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 ഫെബ്രുവരി മാസം 14-ാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഗ്രഹസ്ഥിതി പറയാം. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രൻ രാഹുമായിട്ട് ചേർന്ന് മീനൻ രാശി നിൽക്കുന്നു, വ്യാഴം ഇടവൻ രാശി നിൽക്കുന്നു, ചൊവ്വ മിഥുനൻ രാശി നിൽക്കുന്നു, ചന്ദ്രൻ ചിങ്ങൻ രാശി നിൽക്കുന്നു, കേതു കന്നി രാശി നിൽക്കുന്നു, സൂര്യൻ ബുധൻ ശനി എന്നീ ഗ്രഹങ്ങൾ കുംഭൻ രാശി നിൽക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതി. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മി ദേവിയെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ വെള്ളിയാഴ്ച ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകുന്നൊരു ദിവസമാണ്. നിങ്ങളുടെ 12-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു നിങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നൊരു ഗ്രഹമാണ്, ദോഷത്തെ ചെയ്യുന്നൊരു ഗ്രഹമാണ്. രോഗം, ദുരിതം, ദാരിദ്ര്യം, അനാവശ്യമായ ചെലവുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തി വെച്ച് നിങ്ങളുടെ ജീവിതത്തെ കഷ്ടതയിലും പ്രയാസത്തിലുമാക്കുന്നൊരു ഗ്രഹമാണ് 12-ലെ രാഹു. എന്നാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബസുഖവും ധനപരമായ നേട്ടവും സഹോദരഗുണവും ഒക്കെ തന്ന് നിങ്ങളെ വഴി നടത്തും. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നല്ല അനുഭവത്തെ തരും. കാര്യവിജയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിതത്തിൽ അല്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും അതൊക്കെ ലക്ഷ്മി ദേവി ഇല്ലാതാക്കി നിങ്ങൾക്ക് നല്ലൊരു ദാമ്പത്യ ജീവിത വിജയം നൽകും. അതോടൊപ്പം ഈ ജാതകർക്ക് അവരുടെ പ്രവർത്തന മേഖലകളിലേക്ക് കടന്നു ചെന്ന്, കലാപരമായ മേഖലകളിലേക്ക് കടന്നു ചെന്ന് അവിടെ ജീവിത വിജയം, പ്രവർത്തന വിജയം നേടുവാൻ, കഴിവ് തെളിയിച്ച് അംഗീകാരമൊക്കെ നേടുവാൻ ലക്ഷ്മി ദേവി അനുഗ്രഹിക്കുന്നൊരു ദിവസം കൂടിയാണ്. രാഹുവിൻ്റേതായ സകലവിധ ദോഷങ്ങളെയും ലക്ഷ്മി ദേവി തടഞ്ഞു നിർത്തി ഐശ്വര്യം നിറഞ്ഞ ഒരു ജീവിതം വെള്ളിയാഴ്ച ദിവസം ഈ നാളുകാർക്ക് നൽകും എന്നുള്ളതാണ് നക്ഷത്രപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് ചെറുപ്പക്കാരായിട്ടുള്ളവരിൽ, പ്രത്യേകിച്ച് ഈ രോഹിണി നക്ഷത്ര ജാതകർക്കൊക്കെ രാഹുവിൻ്റെ ദശാകാലം അനുഭവിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് പ്രേമം, അനുരാഗം എന്നിവ തഴച്ചു വളരുന്ന ഒരു ദിവസമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണെങ്കിലും ഈ വിഷയം അവരുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കുന്നൊരു സാഹചര്യമാണ്. പക്ഷെങ്കിൽ ആ ബന്ധം അവർക്ക് അനുകൂലമായ ഒരു ബന്ധമാണ്. അത് നല്ല രീതിയിൽ തഴച്ചു വളരുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ രാഹുവിനെ, ശുക്രനെയും ശത്രുഗ്രഹങ്ങളൊന്നും തന്നെ വീക്ഷിക്കുന്നില്ല. സൂര്യനോ ചന്ദ്രനോ വീക്ഷിച്ചാൽ അപ്പനും അമ്മയും വീട്ടിൽ പ്രശ്നമുണ്ടാക്കും, അത് വലിയ കലഹമാകും. ബുധൻ വീക്ഷിച്ചാൽ ബന്ധുക്കൾ ശത്രുക്കളാവും, അമ്മാവന്മാർ ശത്രുക്കളാവും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടായി കലഹം ഉൾപ്പെടെയുള്ള, കൊലപാതകം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും നടക്കും. എന്നാൽ ഒരു ശത്രുഗ്രഹം പോലും വീക്ഷിക്കാത്തത് കൊണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും തന്നെ വന്നു ചേരാതെ ഇവരുടെ ബന്ധം ദൃഢമായി തന്നെ മുമ്പോട്ട് പോകുമെങ്കിലും ഇവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതി, അത് അഭിപ്രായ വ്യത്യാസവും കലഹവും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതേ ചൊല്ലിയുള്ള വിഷയത്തിൽ അവരുടെ കുടുംബത്തിൽ അനർത്ഥങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ലക്ഷ്മി ദേവിയെ പൂജിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു വീടാണെങ്കിൽ ആ വീട്ടിൽ സമാധാനവും സന്തോഷവും, ഏതൊരു കാര്യവും സമചിത്തതയോടുകൂടി ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടാകും. എടുത്തു ചാടിയൊന്നും കടുങ്കയൊന്നും ചെയ്യത്തില്ല. അല്ലാതെ പൈശാചികമായ ചിന്താഗതികൾ അല്ലെങ്കിൽ പൈശാചികമായ ശക്തികളൊക്കെ വാഴുന്ന ഗ്രഹമാണെങ്കിൽ ഒറ്റവെട്ടിന് ഇല്ലാതാക്കിയേക്കാം എന്നുള്ളൊരു ചിന്താഗതി അവരിലുണ്ടാകുന്നു. അങ്ങനെ പാപപ്രവർത്തികൾ ചെയ്ത് അവരുടെ കുടുംബം നശിക്കും. അപ്പോൾ ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നവരാണെങ്കിൽ, പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഏതൊരു കാര്യവും സമാധാനത്തോടും നമുക്ക് സമയമെടുത്തത് ചിന്തിച്ചാലോചിച്ച് അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കാമെന്നുള്ളൊരു ചിന്ത അവരിൽ വന്നു ചേരും. അപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ ധനസ്ഥിതിക്കൊന്നും വലിയ ദോഷം വരാതെ അവർ ഈ വെള്ളിയാഴ്ച ദിവസം കടന്നു പോകുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടൊക്കെ അവർക്ക് നേട്ടമാണ്. മാതാവിനെ കൊണ്ട് നേട്ടമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ നേട്ടമാണ്. പുത്രന്മാരെ കൊണ്ടുള്ളൊരു നേട്ടം കാര്യമായിട്ടുണ്ടാകാത്തൊരു ദിവസമാണ്. അതുപോലെ തന്നെ പെൺമക്കളെ കൊണ്ടുള്ള നേട്ടവും കാര്യമായിട്ടുണ്ടാകാത്തൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിതത്തിൽ അല്പസ്വല്പ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെങ്കിലും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ളവർക്ക് അതൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും. പ്രവർത്തന മേഖലയിൽ വിജയം അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് കലാപരമായ മേഖലകളിലൊക്കെ കഴിവ് തെളിയിച്ച് ഹാസ്യ മേഖലകളിലൊക്കെ ഉള്ളവർക്കൊക്കെ ശോഭിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. അവർക്ക് എല്ലാവിധമായ സൗഭാഗ്യങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അപ്പോൾ നേട്ടത്തിൻ്റെ ഒരു ദിവസമാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും എല്ലാവരിലും വന്നു ചേർത്തേയും കൂടി എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരൻ 2 പാദം തിരുവാതിര പുണർത്ത മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം സുഖസ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമൊന്നും ഉണ്ടാകണമെന്നില്ല. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. തൊഴിൽപരമായിട്ടുള്ള നേട്ടവും സ്ത്രീകൾ മുഖേനയുള്ള സഹായങ്ങൾ വന്നു ചേർന്ന് തൊഴിൽ മേഖലയിൽ അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാൻ, തൊഴിൽപരമായിട്ടുള്ള പുരോഗതിയൊക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ അനുകൂലമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തിയെടുക്കുക. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് രോഗം, ശത്രുത, കടബാധകൾ ഉള്ള അല്ലറയില്ല പ്രശ്നങ്ങളൊക്കെ അവരെ അലട്ടുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്.
ദാമ്പത്യ ജീവിതം തൃപ്തികരമായി പോകുന്നൊരു ദിവസമല്ല. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ആ ഒരു പ്രതിസന്ധി മാറിക്കിട്ടുന്നൊരു ദിവസമാണ്. രോഗത്താലും മറ്റ് ശത്രുതകളാലുമുള്ള ഒരു പ്രതിസന്ധി അവരുടെ ജീവിതത്തിലുണ്ട്. പിതാവിൻ്റെ ആൾക്കാരിൽ നിന്നും അല്ലെങ്കിൽ പിതാവിൻ്റെ ബന്ധുജനങ്ങളിൽ നിന്നുമൊക്കെ ഉള്ള തിക്താനുഭവങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഭാഗ്യാനുഭവങ്ങൾ ഇവരെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് തുണയ്ക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരുന്നില്ല. അവിടെ ഭാഗ്യക്കേടുകൾ മാത്രമായിട്ടാണ് നിൽക്കുന്നത്. അവിടെ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നത് ശനി, സൂര്യൻ, ബുധൻ 3 പാപഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. അപ്പോൾ ഭാഗ്യാനുഭവങ്ങൾ അങ്ങോട്ട് പൂർണ്ണമായിട്ടും അങ്ങോട്ട് തുണയ്ക്കത്തില്ല. അതാണ് ഒരു വിഷയം. അപ്പോൾ ഈ മിഥുനക്കുറുകാർ ഒരുപാട് പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന നാളുകാരാണ്. ഭാഗ്യം പോലും അവരെ അങ്ങോട്ട് വേണ്ട വിധത്തിൽ തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം വസ്ത്രവ്യാപാരികൾക്കും സ്വർണ്ണ വ്യാപാരികൾക്കൊക്കെ അനുകൂലമായൊരു ദിവസമാണ്. അതുപോലെ തന്നെ കവിത, കല, സാഹിത്യം ഇങ്ങനെയുള്ള മേഖലയിലുള്ളവർക്കൊക്കെ ശോഭിക്കാൻ പറ്റുന്ന ദിവസമാണ്. ആ മേഖലയിൽ കൂടി ധനലാഭവും നല്ല സന്തോഷവും സൗഭാഗ്യവും ഒക്കെ അനുഭവിക്കാൻ പറ്റുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ജാതകർ ഇതോടൊപ്പം തന്നെ ധനം ചെലവഴിക്കാനുള്ള സാഹചര്യവും അവരോടൊപ്പമുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടക്കുറാണ്. കർക്കിടക്കുറിൽപ്പെട്ട പുണർതം കാല പൂയം ആയില്യം നാളുകാരെ ലക്ഷ്മി ദേവി ഭാഗ്യം കൊണ്ട് അനുഗ്രഹിക്കുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. സുഖസ്വസ്ഥ ദേഹത്തിനും അനുകൂലമായ ദിവസമാണ്. കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതിയൊക്കെ മെച്ചമാണ്. അതുപോലെ തന്നെ സ്വന്തം കഴിവുകൊണ്ടും തൊഴിൽ മേഖലയിൽ നിന്നൊക്കെ ഇവർക്ക് ധനം വന്നു ചേരുന്നൊരു ദിവസമാണ്. സ്ത്രീകൾ മുഖേനയും ധനം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. സുഹൃത്തുക്കളെ കൊണ്ടോ സഹോദരങ്ങളെ കൊണ്ടോ ബന്ധുക്കളെ കൊണ്ടോ കാര്യമായിട്ട് ഗുണമൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമല്ല. പുതിയ വാഹനങ്ങളൊക്കെ സ്വന്തമാക്കാൻ അനുകൂലമായൊരു ദിവസമാണ്. ഭാഗ്യം ലക്ഷ്മി ദേവി ഭാഗ്യം കൊണ്ട് അനുഗ്രഹിക്കുന്നവർക്കൊക്കെ പുതിയ വീട്, വസ്തു, വാഹനമൊക്കെ കരസ്ഥമാക്കുവാൻ അനുകൂലമായൊരു ദിവസമാണ്. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കത്ത് വന്നു ചേരുന്ന ഒരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ രോഗം, ശത്രുത, കടബാധകളാലുള്ള പ്രശ്നങ്ങളൊന്നും ഇവരെ അലട്ടുന്ന ദിവസമല്ല. രോഗാവസ്ഥയൊക്കെ മാറി നല്ല ആരോഗ്യസ്ഥിതിയിൽ കൂടി ഈ നാളുകാർ ഇപ്പോൾ കടന്നു പോകുന്നൊരു സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികൾ അവർക്ക് തുടർന്നുകൊണ്ട് പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ചിലർക്കൊക്കെ അത് രൂക്ഷമാകുവാനുള്ള സാധ്യത ഉണ്ട്. കാരണം അവരുടെ അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്നു, ശനി നിൽക്കുന്നു, ബുധൻ നിൽക്കുന്നു. 3 പാപഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഒരു കലഹത്തിൻ്റെ ഒരു സൂചന അവിടെ വന്നു ചേരുന്നുണ്ട്. എങ്കിലും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ഈ വെള്ളിയാഴ്ച ദിവസം ഒന്നും തന്നെ വന്നു ചേരത്തില്ല. ഈ വെള്ളിയാഴ്ച ദിവസം സന്തോഷത്തോടു കൂടി അങ്ങ് കഴിഞ്ഞു പോകും. തൊഴിൽപരമായിട്ടുള്ള ഒരു നേട്ടം, സ്ഥിര ജോലിയുള്ളവർക്കൊക്കെ തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ടെങ്കിലും പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കൊക്കെ തൊഴിൽ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. പലരും താൽക്കാലിക ജോലി ചെയ്യുന്നവർക്കൊക്കെ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി അവർ അനുഭവിക്കുന്നുണ്ട്. ലാഭകരമായ അനുഭവങ്ങൾ അവരെ ഏറെക്കുറെ തുണയ്ക്കുന്നത് കൊണ്ടാണ് അവരുടെ ജീവിതം ഒരു പരിധിവരെ പ്രശ്നമില്ലാതെ കടന്നു പോകുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ശത്രുതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഒരു മല പോലെ നിൽക്കുന്നുണ്ട് എന്നുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ളവർക്ക് ഈ വെള്ളിയാഴ്ച ദിവസം വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ കടന്നു പോകാൻ പറ്റും. ഭാഗ്യം കൊണ്ട് പുതിയ വാഹനം, വസ്തു, വീടും ഒക്കെ വാങ്ങിക്കാൻ അല്ലെങ്കിൽ കരസ്ഥമാക്കുവാൻ ലക്ഷ്മി ദേവി അനുഗ്രഹിക്കും. ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കുമാണ് ഈ നേട്ടം വന്നു ചേരുക എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്തരം, കാൽ നാളുകാരെ സംബന്ധിച്ച് നല്ല ആരോഗ്യമുള്ളൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുപോലെ തന്നെ കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമാണ്. സമ്പാദ്യം കൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. സമ്പാദ്യമൊക്കെ ഉള്ളവർക്ക്, അതായത് ചിട്ടി പോലെയുള്ള സമ്പാദ്യങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ബന്ധുക്കളെ കൊണ്ടുള്ള കാര്യമായിട്ടോ ഗുണമൊന്നും ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസമല്ല. ശത്രുതയിലൊക്കെ എത്തിച്ചേരുവാൻ സാധ്യതയുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഇവർക്ക് വേണ്ടുവോളം ലഭിക്കുന്നൊരു ദിവസമാണ്. എങ്കിൽ ചിലരൊക്കെ ചതിയിലകപ്പെടുവാൻ സാധ്യതയുണ്ട്. പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചേരുവാൻ സാധ്യതയുണ്ട്. പെട്ടുപോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലർക്കൊക്കെ അത് അനുകൂലമായ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യവും അതോടൊപ്പം തന്നെ വന്നു ചേരുന്നു എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നല്ല അനുഭവങ്ങൾ നിലനിൽക്കുന്നൊരു സാഹചര്യമാണല്ലോ. മക്കളെ കൊണ്ടുമൊക്കെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. രോഗം, ശത്രുത, കടബാധകളൊക്കെ ചിലരെയൊക്കെ അലട്ടുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ ഇക്കാര്യത്തിൽ അനുഭവിക്കുന്നവർക്കുണ്ട്. എന്നാൽ കടബാധകളൊന്നുമില്ലാതെ ജീവിക്കുന്നവരുമുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികളായിട്ട് കഴിഞ്ഞു പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ വെള്ളിയാഴ്ച ദിവസം ഈ ജാതകരെ സംബന്ധിച്ച് സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങൾ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പുതിയ പ്രസ്ഥാനങ്ങളിലും സംരംഭങ്ങളും ഒക്കെ ഏർപ്പെടുന്നവർക്കൊക്കെ സ്ത്രീകൾ സംബന്ധിച്ചുള്ള എതിർപ്പുകളും അപവാദങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രത്യേകിച്ച് രാഹു അഷ്ടമത്തിൽ നിൽക്കുന്നു. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ളവർക്ക് ലക്ഷ്മി ദേവി ഒരു നേർവഴി കാട്ടിത്തരും. പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് ലക്ഷ്മി ദേവി നൽകും. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുക.
അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ച് വിൽക്കുകയും വാങ്ങുകയും ചെയ്യാനുള്ള ഒരു സാഹചര്യത്തെ കൊടുക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ചിങ്ങക്കുറുകാർക്കാണ് ഏറ്റവും കൂടുതൽ ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടം ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്ന ഒരു കാര്യം. തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. 10ാം ഭാവത്തിൽ ശുഭഗ്രഹം നിന്നാൽ അത് ഒരു രാജയോഗ തുല്യമായ അനുഭവമാണ് കൊടുക്കുന്നത്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യമാണ്. എന്നാൽ ചിലരൊക്കെ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. ജോലിക്ക് പോകാൻ മേലാത്തൊരു സാഹചര്യങ്ങളൊക്കെ അവർക്കുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് തൊഴിൽ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. എന്നാലിപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ. എല്ലാവർക്കും തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി നിൽക്കുന്ന ഒരു ഗ്രഹങ്ങൾ പരസ്പരം പരിവർത്തനം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അപ്രകാരമുള്ള വലിയ ദോഷങ്ങളൊന്നും ആർക്കും തന്നെ ഇല്ലാത്ത സമയമാണ്. ലാഭകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ചിങ്ങക്കുറുകാരെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും ഇല്ലാതെ കടന്നു പോകുന്നൊരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നേരെ മറിച്ച് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യാത്തവരാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷങ്ങൾ ഒന്നും തന്നെ വന്നു ചേരാത്ത പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്നൊരു ദിവസമാണ്. അവരൊരു പുതിയ തീരുമാനമെടുക്കുവാൻ സാധ്യതയുണ്ട്. എന്തെന്നാൽ അവർ ചെയ്യുന്ന ജോലി കാര്യങ്ങൾ വളരെ റിസ്ക് ഉള്ളതാണെങ്കിൽ, വളരെ കഷ്ടപ്പെട്ട ഒരു മേഖലയാണെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ അധ്വാനം വേണ്ടി വരുന്ന മേഖലയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം അവർ അതിൽ നിന്നും മാറി ചിന്തിക്കുന്നൊരു ദിവസമാണ്. പുതിയൊരു തൊഴിൽ മേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ പുതിയൊരു സാഹചര്യത്തെക്കുറിച്ച് അവർ ആലോചിക്കുന്നൊരു ദിവസമാണ്. വലിയ അധ്വാനമില്ലാതെ ചെയ്യാവുന്ന ജോലികൾ സ്വീകരിക്കണമെന്നുള്ള ഒരു ചിന്ത അവരിൽ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ദാമ്പത്യ ജീവിതം സംബന്ധിച്ച് 7ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. ശുക്രൻ 7 നിൽക്കുന്നത് നല്ലതാണെങ്കിലും രാഹുവുമായിട്ട് ചേർന്നല്ലേ നിൽക്കുന്നത്. അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് നേരെ തൊട്ട് മുമ്പിലാണ് ഈ ശുക്രൻ നിൽക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അവരുടെ മുമ്പിൽ എപ്പോഴും തടസ്സങ്ങളാണ് നിൽക്കുന്നത്. നേർക്ക് നേരാണ് തടസ്സങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഈ നേർക്ക് നേർ ശുക്രനും വന്ന് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ശുക്രൻ ഒരു ജാതകൻ്റെ 7ാം ഭാവത്തിൽ വന്ന് നിൽക്കുന്നത് നല്ലതാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഭാര്യ മുഖേനയോ ഭർത്താവ് മുഖേനയോ ഒക്കെ വന്നു ചേരുമെന്ന് പറയുന്നു. സുന്ദരിയായ ഭാര്യയും ഭർത്താവിനെയൊക്കെ ലഭിക്കുമെന്ന് പറയുന്നു. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേങ്കിൽ ഈ രാഹുവുമായിട്ട് ചേരുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ രാഹു ശുക്രനുമായിട്ട് ചേർന്ന് അനുകൂലമായി പ്രവർത്തിക്കണമെന്നില്ല. ചിലർക്ക് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ദാമ്പത്യത്തിൽ വന്നു ചേരാം. എപ്പോഴും ഒരു പൊട്ടിത്തെറി സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ഭീതിയിലാണ് പലരും ജീവിക്കുന്നത്. രാഹു അങ്ങനെ ഒരു ഭീതി ഇവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മോശമായ സാഹചര്യത്തെ അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രഹസ്യമായ എന്തോ ഒന്ന് അവരെ അലട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക. ലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷം ഉണ്ടായാൽ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകാൻ പറ്റും. രാഹുവിൻ്റെ ദോഷങ്ങളിൽ നിന്നൊക്കെ ഇല്ലാതാകാൻ പറ്റും. അതുപോലെ തന്നെ ശുക്രൻ്റെ അനുഗ്രഹത്താൽ നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കഴിയും. ഭാര്യയും ഭർത്താവും ഒറ്റക്കെട്ടായി ഒരു മെയ്യായി ഒക്കെ അവർക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണല്ലോ ദാമ്പത്യ ജീവിതത്തിൻ്റെ സന്തോഷം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവം ഈ വെള്ളിയാഴ്ച ദിവസം വന്നു ചേരണമെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വേണം. അല്ലാത്ത പക്ഷം രാഹുവാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ, 7ാം ഭാവത്തിൽ രാഹുവാണ് ഇവരെ സ്വാധീനിക്കുന്നതെങ്കിൽ അപവാദം, മാനനഷ്ടം, കണ്ണുനീരും കയ്യുമായിട്ടൊക്കെ അങ്ങനെ ജീവിതം പോകും. രോഗങ്ങളൊക്കെ അലട്ടും, മറ്റു വിഷയങ്ങളൊക്കെ അവരെ അലട്ടും. അവർക്കൊരു സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി ദാമ്പത്യ ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പുറമേ ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ചാലും ഉള്ളിൽ ഒരു വിഷമം കാണും, അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേട് കാണും. തിരിച്ചും മറിച്ചും അങ്ങനെയൊക്കെ ആകാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കന്നിക്കൂറുകാർക്കുള്ളത്. ഇപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ളവർക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറി നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടുള്ളൊരു നേട്ടം അവർക്ക് വന്നു ചേരേണ്ട സമയമാണെങ്കിൽ അതെല്ലാം തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഭാഗ്യാനുഭവങ്ങളൊന്നും അങ്ങോട്ട് തുണയ്ക്കുന്നില്ല. അതൊക്കെ ഒരു വിഷയമാണ്. രക്ഷപ്പെടാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ എല്ലാം തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ളവർക്ക് നാളത്തെ ദിവസം അനുഗ്രഹപ്രദമായൊരു ദിവസമായിരിക്കും. അനുഗ്രഹിക്കപ്പെട്ടൊരു ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ മെസ്സേജ് കേൾക്കുന്നവർ ഇനി ലക്ഷ്മി ദേവിയെ പൂജിക്കുകയും കടാക്ഷിക്കുകയും ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുക. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് 6ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവുമായിട്ടാണ് ചേർന്ന് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രൻ നിൽക്കുന്നത്. 6ലെ രാഹു ജാതകർക്ക് ദ്രോഹത്തെ ചെയ്യുമെന്ന്, കടബാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. കടബാധ്യതകൾ ജാതകരെ ഉള്ളതെല്ലാം വിറ്റ് തൊലച്ച് പെരുവഴിയാക്കുന്ന ഒരു ഗ്രഹമാണ് രാഹു 6ാം ഭാവത്തിൽ നിന്നാൽ. അതുമാത്രമല്ല പല വിധത്തിലുള്ള അനർത്ഥങ്ങൾ ഈ ജാതകന് കൊടുക്കുകയും ചെയ്യും. രോഗം, മനോദുഃഖം,
അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഈ ജാതകന് കൊടുക്കുകയും ചെയ്യുമെന്ന് ജ്യോതിഷം പറയുന്നു. ജനിച്ച സമയത്ത് ഈ രാഹു 8ാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ജാതകന് വളരെ പ്രതിസന്ധി തന്നെയായിരിക്കും ജീവിതത്തിൽ അനുഭവപ്പെടുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഈ രാഹുവുമായിട്ട് ചേർന്നാണ് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ശുക്രൻ 6ാം ഭാവത്തിൽ നിന്നാൽ ഈ ജാതകർക്ക് വരവിനേക്കാൾ കൂടുതൽ ചെലവ് കൊടുക്കും. അതുപോലെ തന്നെ ബന്ധുക്കളെ കൊണ്ടുള്ള ശത്രുത ഉണ്ടാക്കി കൊടുക്കും, അന്യജനങ്ങളിൽ നിന്നുള്ള ശത്രുത ഉണ്ടാക്കി കൊടുക്കും, കാര്യതടസ്സം അനുഭവപ്പെടുത്തി കൊടുക്കും, തിക്താനുഭവങ്ങളൊക്കെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ പ്രതിസന്ധികളിലൊക്കെ നമുക്ക് ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ദൈവികമായ ശക്തി നമുക്ക് സഹായത്തിന് വേണം. അതിനാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വേണമെന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ, ലക്ഷ്മി ദേവിയുടെ കൃപാ കടാക്ഷമുള്ളവരാണെങ്കിൽ ഈ തുലാക്കുറുകാർക്ക് വളരെ നേട്ടം തന്നെ വന്നു ചേരും. ഈ പ്രതിസന്ധി എല്ലാവരും മാറിപ്പോകും. ഇപ്പോൾ ഒട്ടനവധി പേർക്ക് നല്ല സമയങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങളൊക്കെ ഒട്ടനവധി പേരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ശനിയുടെ ദോഷത്തിൽ നിന്നും രാഹുവിൻ്റെ ദോഷത്തിൽ നിന്നുമൊക്കെ അവർ കരകയറി പുതിയൊരു ജീവിത സാഹചര്യത്തിലേക്ക് അവർ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം നീങ്ങിപ്പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പ്രതിസന്ധികളിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബോധം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു, എനിക്കൊരു തട്ടുകേട് ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിച്ചാൽ അപ്പോൾ തന്നെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ വെള്ളിയാഴ്ച ദിവസം ഐശ്വര്യപ്രദമായി തീരും, യാതൊരു തർക്കവുമില്ല. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലാനുജം കേട്ട നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം സൗഭാഗ്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. സ്ത്രീകൾ മുഖേനയുള്ള കാര്യവിജയം, സ്ത്രീകൾ മുഖേന ധനനേട്ടം ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. സ്ത്രീകൾ മുഖേനയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ, ഭാര്യ മുഖേന ഭർത്താവ് മുഖേനയുള്ള കാര്യവിജയം, അവർ മുഖേനയുള്ള ധനനേട്ടം, അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ സൗഭാഗ്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ഈ അനുഭവങ്ങൾ വന്നു ചേർന്നിട്ടില്ല എങ്കിൽ നിങ്ങളെ സ്വാധീനിക്കുന്നത് 5ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവാണ്. മീനൻ രാശിയിൽ നിൽക്കുന്ന രാഹുവാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത്. ഈ രാഹു സ്വാധീനിച്ചാൽ വിവാഹം ആലോചിക്കുന്ന ചെറുപ്പക്കാർക്ക് പെൺപിള്ളേരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതായത് വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ രാഹു ചെയ്യുന്ന ദോഷം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മുഖേന ധനനഷ്ടം, മാനഹാനി എന്നിവയൊക്കെ കൊടുക്കുന്നൊരു ഗ്രഹമാണ്. ബന്ധുജനങ്ങളിൽ നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ കൊടുക്കുന്ന ഗ്രഹമാണ് ഈ രാഹു. അപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ളവർക്കൊക്കെ വിവാഹം ആലോചിച്ചാൽ പെൺപിള്ളേരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വിവാഹ സമയമാണെങ്കിലും ഇപ്പം വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വിദേശത്ത് പോകാനും വിവാഹം നടക്കാനുമുള്ള സമയമാണ്. പക്ഷേ 5ലെ രാഹു ഇതെല്ലാം തടസ്സപ്പെടുത്തി കൊടുക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് ശുക്രൻ അവിടെ കടന്നു ചെല്ലുന്നത്. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സ്ത്രീകൾ മുഖേന ധനനേട്ടവും കാര്യവിജയവും നല്ല സൗഭാഗ്യമായ അനുഭവങ്ങളും കുടുംബസുഖം, ധനപരമായ നേട്ടം, ദാമ്പത്യ ജീവിത വിജയം ഉൾപ്പെടെയുള്ള എല്ലാവിധമായ സൗഭാഗ്യമായ അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം കാൽനാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം ജീവിത പുരോഗതിക്കായിട്ട് കഠിനപ്രയത്നം ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം. അവരുടെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികൾ ഇപ്പോൾ നിലവിലുണ്ട്. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്, വീട്ടിലെ സ്ഥിതി മോശമാണ്, മാതാപിതാക്കളുടെ സ്ഥിതി മോശമാണ്, മാതാപിതാക്കൾ ഇവർ മുഖേന ദുഃഖിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വളരെ വേദനിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ, ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നൊരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം. പക്ഷെങ്കിൽ ഫലമുണ്ടാകണമെന്നില്ല. ഫലമുണ്ടാകാൻ എന്ത് ചെയ്യണമെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവരുടെ 4ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. ശുക്രൻ രാഹുവുമായിട്ട് ചേർന്ന് നിൽക്കുന്നു. 4ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ഇവർക്ക് ദോഷത്തെ ചെയ്യുന്നു, മാതൃക്ലേശം. അതുപോലെ തന്നെ ഈ ജാതകർക്ക് എത്ര ഉന്നതമായ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും രാഹുവിൻ്റെ മുമ്പിൽ ഈ വിദ്യാഭ്യാസം ഒന്നുമല്ല. രാഹു അതെല്ലാം ഇല്ലാതാക്കിക്കളയും, അയോഗ്യരാക്കിക്കളയും. അപ്പോൾ ഇവർക്ക് വിദ്യാഭ്യാസം കൊണ്ട് ഉന്നതമായൊരു നിലയിൽ എത്തിച്ചേരുവാനുള്ള സാധ്യത രാഹു ഇല്ലാതാക്കിക്കളയും. ബന്ധുജനങ്ങളിൽ നിന്നുള്ള ശത്രുക്കളെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. ബന്ധുജനങ്ങൾ മുഖേനയുള്ള നിന്ദ്യമായ വാക്കുകൾ ഇവർക്ക് കേൾക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ രാഹു ദോഷം ചെയ്യുന്നു. 4ലെ രാഹു ദോഷം ചെയ്തു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുന്നു, കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ഈ രാഹു ചെയ്യുന്ന കാര്യം. മാതൃക്ലേശം, മാതാവ് ഒരുപാട് കണ്ണുനീരൊഴുക്കും ഇവർക്ക് വേണ്ടി, മാതാവ് ക്ലേശിക്കും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ശുക്രൻ രാഹുവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. 4ാം ഭാവത്തിൽ ശുക്രൻ വന്നു നിന്നാൽ നല്ലതാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകും, മാതൃസുഖം ഉണ്ടാകും, മാതാവിൻ്റെ സ്വത്തുവകളൊക്കെ ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷെങ്കിൽ ഇവിടെ രാഹു ഈ ദ്രോഹം ചെയ്യുന്നത് കൊണ്ട് അതൊക്കെ ഇല്ലാതാകും. അപ്പോൾ ഈ രാഹുവിൻ്റെ ദോഷത്തെ
മറികടക്കുവാൻ വേണ്ടി ഒരു ദൈവിക ശക്തിയും കൂടി ഇവർക്ക് ആവശ്യമാണ്. ഇവിടെ സ്വന്തം പ്രയത്നം മാത്രം പോരാ, ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യണം. ലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല ജോലിക്ക് വേണ്ടിയുള്ള ശ്രമം വിജയിക്കുകയുള്ളൂ. നല്ലൊരു വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സ്വന്തമാക്കാനുള്ള ശ്രമം വിജയിക്കുകയുള്ളൂ. കടബാധകളിൽ നിന്നൊക്കെ കരകയറത്തുള്ളൂ. പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള ശേഷി ഉണ്ടാകത്തുള്ളൂ. നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല അനുഭവങ്ങൾ, മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകുകയുള്ളൂ. മക്കളുടെ സ്ഥിതിയൊക്കെ ഇപ്പോൾ വളരെ മോശമാണ്. അപ്പോൾ വളരെ മോശമായ ഈ സമയത്ത് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, എങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ കഴിയുള്ളൂ എന്നുള്ളത് ധനുക്കൂറുകാർ മനസ്സിലാക്കുക. ഇനിയും മകരക്കുറാണ്. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. നല്ല രീതിയിലുള്ള സംസാരം ഇവരെ മറ്റുള്ളവരിലേക്ക് അടുപ്പിക്കുന്നൊരു ദിവസമാണ്. നല്ല വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ താല്പര്യം കാണിക്കുന്നൊരു ദിവസമാണ്. പുതിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിക്കുവാൻ താല്പര്യം വന്നിരുന്നൊരു ദിവസമാണ്. ധനപരമായ നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ശുഭാപ്തി വിശ്വാസം ഇവരെ കൊണ്ട് തന്നെ ഇവർക്ക് ശുഭാപ്തി വിശ്വാസം തന്നാൽ കഴിയും എന്നുള്ള ഒരു ചിന്ത വന്നു ചേരുന്നൊരു ദിവസം കൂടിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചിലർക്കൊക്കെ നേത്രരോഗം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. എങ്കിലും തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി മെച്ചമാണ്. പിതാവിൽ നിന്നും ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേന ധനമൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. കലാപരമായ മേഖലകളിൽ കഴിവ് തെളിയിച്ച് വിജയം നേടുവാൻ വേണ്ടി സ്ത്രീകളായിട്ടുള്ള സുഹൃത്തുക്കളുടെ സഹായം ലഭ്യമാകുന്നൊരു ദിവസം കൂടിയാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിതത്തിൽ അല്പം പ്രതിസന്ധി വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതിക്കും അല്പം പ്രതിസന്ധി വരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ചെറിയ രീതിയിൽ അലട്ടുവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ആരംഭം ഇവർക്ക് സുഖസ്വസ്ഥ ദേഹനന്മ അല്പം മോശമാണെങ്കിലും പിന്നീട് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ഇവരുടെ ജീവിതം ധന്യമായി തീരുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ലക്ഷ്മി ദേവി ഭാഗ്യവശാൽ ഭാഗ്യം കൊണ്ട് ഇവർക്ക് ധനത്തെ കൊടുക്കുന്നൊരു ദിവസമാണ്. ഭാഗ്യാനുഭവങ്ങൾ കൊണ്ട് ഇവരുടെ ജീവിതത്തെ നല്ല നിലയിലെത്തിക്കുന്നൊരു ദിവസമാണ്. ഭാഗ്യാനുഭവങ്ങൾ കൊണ്ട് ഇവരുടെ ജീവിതം സന്തോഷത്തിലായിത്തീരുന്നൊരു ദിവസമാണ്. സ്ത്രീകൾ മുഖേന ധനവരവ് പ്രതീക്ഷിക്കാം. നല്ല ആരോഗ്യമുള്ളൊരു ദിവസം, സൗന്ദര്യം വർദ്ധിക്കുന്നൊരു ദിവസം, ഇവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ദിവസം, കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിച്ച് അതിൽ കൂടിയുള്ള പ്രശസ്തിയും അംഗീകാരവും ഇവർക്ക് ലഭിക്കുന്നൊരു ദിവസം, ഭാഗ്യം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഒരുപക്ഷെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ പുത്രന്മാരെ കൊണ്ടുള്ള ചെറിയൊരു പ്രയാസവും കാര്യങ്ങളൊക്കെ അനുഭവിച്ചാൽ പോലും ഈ വെള്ളിയാഴ്ച ദിവസം അവർക്ക് നല്ല ദാമ്പത്യ ജീവിതം അനുഭവിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഭാഗ്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. തൊഴിൽപരമായിട്ടുള്ള അല്പം പ്രതിസന്ധിയൊക്കെ അവർക്കുണ്ടായാൽ പോലും ലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷം കൊണ്ട്, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇവരിൽ ധനം വന്നു ചേരുമെന്നുള്ളതാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചുള്ള പ്രത്യേകത. അപ്പോൾ ഈ ഒരു ഭാഗ്യത്തിന് അവകാശികളാകുന്നത് കുംഭക്കൂറുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം കലാ, സാഹിത്യം, പ്രേമം എന്നിവയിൽ വിജയം കൈവരിക്കുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. അവരുടെ ജന്മഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. ആയതിനാൽ നല്ല ശരീരമുള്ളൊരു ദിവസം, നല്ല സൗന്ദര്യമുള്ളൊരു ദിവസം, അറിവുള്ളവരെ പോലെ പെരുമാറുന്ന ദിവസം, കീർത്തിയും അംഗീകാരവും സമ്പത്തും ഒക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. കുടുംബസുഖത്തിൽ അല്പം കുറവുണ്ടാകാം. എങ്കിലും സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കുന്നൊരു ദിവസം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാകണമെന്നില്ല. മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ലെങ്കിലും ഇവർക്ക് സൗഭാഗ്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിതം തൃപ്തികരമാകണമെന്നില്ല. സ്ത്രീകൾ മുഖേന കലഹങ്ങളെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെങ്കിലും ഇവരുടെ ജീവിതത്തിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ട്, കൃപാകടാക്ഷം കൊണ്ട് സൗഭാഗ്യമായ അനുഭവങ്ങൾ വന്നു ചേർന്ന് തന്മൂലം ഇവർ സന്തോഷിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇവർക്ക് തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷമുള്ളവർക്ക് ഈ വെള്ളിയാഴ്ച ദിവസം ജീവിതത്തിൽ ശോഭിക്കുവാൻ, സന്തോഷിക്കുവാൻ അനുകൂലമായ സാഹചര്യം വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. തൊഴിൽപരമായിട്ടുള്ള നേട്ടമോ ലാഭകരമായ അനുഭവങ്ങളോ ഒന്നും തന്നെ വന്നു ചേരുവാൻ സാധ്യതയില്ല. പിതാവിന് പലവിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. മാതാവിന് അരിഷ്ടതകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള സമയമാണ്. പ്രതിസന്ധികൾ ഒരുപാടുണ്ട്. പക്ഷെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷം നിറഞ്ഞ ഒരു ജീവിത സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിക്കുക. തീർച്ചയായിട്ടും മീനക്കുറുകാർക്ക് വെള്ളിയാഴ്ച ദിവസം നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറയാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.